ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മാർച്ച് 29 വലിയ നോമ്പിൻ്റെ 28-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം ചർച്ച് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ എന്നാണ്. പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ പോക്കുന്നതിനായി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധിതനായി ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയനാഥ, നോമ്പിൻ്റെ 28-ാം ദിവസം വരെ നിൻ്റെ സ്നേഹത്തിലും കരുതലിലും ഞങ്ങളെ നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഓരോ ദിവസത്തെയും ചിന്തകളും വ്യാഖ്യാനങ്ങളും കേട്ട് കടന്നു പോകുന്നതിനേക്കാൾ അവയെല്ലാം ഞങ്ങളുടെ ഹൃദയശുദ്ധീകരണത്തിന് ഉതകുന്നവയാകാൻ കൃപയുണ്ടാകണം. അടിയങ്ങളുടെ ചിന്തകൾ പരിശുദ്ധാത്മാവ് നിറവിൽ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഒരുക്കണമേ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൽ യോഹന്നാൻ സ്നാപകൻ നമ്മെ വിനയത്തിൻ്റെയും ദാസ്യമനോഭാവത്തിൻ്റെയും മഹത്വത്തിലേക്ക് നയിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ കൂടുതൽ ജനങ്ങളെ പിന്തുടരുന്നത് കണ്ട് യോഹന്നാൻ്റെ ശിഷ്യന്മാർ അതിനെക്കുറിച്ച് പരാതിപ്പെടുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ വിശദീകരിക്കുന്നത് കേൾക്കൂ. മനുഷ്യൻ ദൈവം നൽകിയില്ലെങ്കിൽ ഒന്നും ലഭ്യമാകുന്നില്ല. താൻ ക്രിസ്തുവല്ല, അവന് മുന്നോടിയായി അയച്ചവനാണെന്ന് യോഹന്നാൻ സ്നാപകൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. താൻ വരൻ്റെ സുഹൃത്തായി വന്നു. വരൻ്റെ സ്വരം കേൾക്കുന്നത് തനിക്ക് വലിയ സന്തോഷമാണ് നൽകുന്നത്. ഇവിടെ ക്രിസ്തുവിനെ മണവാളനായും സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായും നാം മനസ്സിലാക്കുന്നു. തൻ്റെ പ്രിയവധുവിനായി അവിടുന്ന് തൻ്റെ ജീവൻ കൊടുത്തു. അവളെ വിശുദ്ധയാക്കുകയും കറയില്ലാത്തവളായി ഒരുക്കുകയും ചെയ്തു. ഒരു വധു വരനെ പ്രതീക്ഷിച്ച് തയ്യാറാവുന്നത് പോലെ സഭയും യേശുവിൻ്റെ വരവിന് പരിശുദ്ധിയും ഭക്തിയും നിറഞ്ഞ ജീവിതം വഴി തയ്യാറാകണം. സഭ ക്രിസ്തുവിനോടുള്ള നിഷ്ഠയിലും സ്നേഹത്തിലും ആണ് നിലകൊള്ളേണ്ടത്. ഈ ഭാഗങ്ങളിൽ 3 കാര്യങ്ങൾ നാം പഠിക്കേണ്ടതായുണ്ട്. 1. വിനയം. യേശുവിൻ്റെ മഹത്വം ഉയരേണ്ടതാണെന്ന് യോഹന്നാൻ ബോധ്യപ്പെടുത്തുന്നു. ആത്മസംയമനം. താൻ ഒരു ദൗത്യത്തിന് വിളിക്കപ്പെട്ടവൻ മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ കേന്ദ്രസ്ഥാനം. ദൈവത്തിന് കേന്ദ്രസ്ഥാനം കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ മഹത്വം ഉയരുമ്പോൾ താൻ തളരേണ്ടതിൽ യോഹന്നാൻ സന്തോഷിക്കുന്നു. എഫേസ്യർ 5:25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ദൈവിക ബന്ധം വ്യക്തമാക്കുന്നു. ക്രിസ്തു സഭയെ സ്നേഹിച്ചു, അവൾക്കു വേണ്ടി തൻ്റെ ജീവൻ പോലും ത്യജിച്ചു. ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാതൃകയാണ്. ഈ സ്നേഹം നിസ്വാർത്ഥവും പരിശുദ്ധവുമാണ്. അതുപോലെ ഭർത്താവ് ഭാര്യയെ നിസ്വാർത്ഥമായി സ്നേഹിക്കണം. ക്രിസ്തു വചനത്തിലൂടെ സഭയെ വിശുദ്ധീകരിക്കുന്നു. ഇതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതവും ആത്മീയമായി വളർത്താൻ ആയിരിക്കണം. സഭ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന പോലെ ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണ്. അവർക്കിടയിൽ സ്നേഹവും സംരക്ഷണവുമാണ് വേണ്ടത്. ക്രിസ്തു സഭയെ പോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ദൈവം വിവാഹബന്ധത്തെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. ഈ ബന്ധം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിൻ്റെ പ്രതീകമാണ്. ഹോശയ്യ 2:16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും ദൈവത്തിന് അവൻ്റെ ജനത്തോടുള്ള അഗാധമായ സ്നേഹവും കരുണയുമാണ് പ്രകടമാകുന്നത്. ചുരുക്കത്തിൽ, ദൈവം നമ്മളോടുള്ള ബന്ധം പുതുക്കുന്നു. അവനെ ഭർത്താവായി അംഗീകരിക്കേണ്ടത് സഭയാകുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവം സമാധാനവും സന്തോഷവും സംരക്ഷണവും നൽകുന്നു. അവൻ നമുക്ക് ആശ്രയമായിരിക്കണം. ദൈവം നമുക്ക് കരുണയും ദയയും ദാനമായി നൽകുന്നു. ക്രിസ്തുവിലൂടെ നാം അവയിൽ പങ്കുചേരണം. ദൈവം നമ്മെ തിരിച്ചു സ്വീകരിക്കുന്നു. അവൻ്റെ ജനമായി വിശ്വസ്തരായി നാം ജീവിക്കണം. വിശ്വാസികൾ മറ്റൊരു ആത്മീയ ബന്ധത്തിനൊപ്പം ചേരരുത്. അത് കർക്കശമായ പരിശുദ്ധതയാണ്. യേശുവിനോടുള്ള വിശ്വസ്തതയും ശുദ്ധതയും സഭയെ യഥാർത്ഥ വധുവായി മാറ്റുന്നു. പാപത്തെയും ലോകമതികളെയും ഉപേക്ഷിച്ച്
ക്രിസ്തുവിൻ്റെ വിശുദ്ധ വധുവായി ജീവിക്കുക എന്നതാണ് സഭയുടെ ഉദ്ദേശം. നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിനായി എത്രത്തോളം സമർപ്പിതമാണ് എന്നതിനെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. വിവാഹ നാളിനായി, യേശുവിൻ്റെ വരവിനായി നമ്മൾ അണിയറയിൽ തയ്യാറായിരിക്കേണ്ടതുണ്ട്. അതിനാൽ തയ്യാറാകണം, വിശുദ്ധ ജീവിതം നയിക്കണം, കർത്താവിനായി ജീവിക്കണം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.